ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ആർക്കും കൈവരിക്കാൻ പറ്റാത്ത നേട്ടം KSRTC കൈവരിച്ചെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. അടച്ച് പൂട്ടിയ KSRTCയെ തിരിച്ചുകൊണ്ടുവരികയാണ്. ശബരിമല തീർത്ഥാടനത്തിലൂടെ KSRTCക്ക് 2 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. KSRTCയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ്. ഈ തിങ്കളാഴ്ച KSRTCയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം 12,18,00,000 രൂപയിലേക്ക് വന്നു. മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടയുടെ വാടക, മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ 13,02,00,000 രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്. എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ KSRTCയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ്. ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. 2,40,00,000 രൂപ ശബരിമലയിൽ അധിക വരുമാനം, കഴിഞ്ഞ വർഷത്തേക്കാൾ അധിക വരുമാനം കൈവരിക്കാൻ KSRTC ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാൽ KSRTC ഗുഡ്വിൽ അംബാസിഡർ ആകുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചു. മോഹൻലാലിനെ വെച്ച് KSRTC പരസ്യങ്ങൾ നിർമ്മിക്കും. പണം വാങ്ങിയല്ല മോഹൻലാൽ ഗുഡ്വിൽ അംബാസിഡർ ആകുന്നതെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ മോഹൻലാൽ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ നമ്മളോട് സഹകരിക്കുകയും നമ്മളെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു സന്തോഷ വാർത്തയുണ്ട്. ശ്രീ മോഹൻലാൽ KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് പ്രവർത്തിക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നേരിട്ട് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചു. നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ അല്ല, ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിൽ പണം വാങ്ങാതെ അദ്ദേഹം നമ്മളോട് സഹകരിക്കാം, നമ്മളെ പരസ്യങ്ങളിലും മറ്റും വന്ന് KSRTC സഹായിക്കാമെന്ന് അദ്ദേഹം എനിക്ക് നേരിട്ട് ഉറപ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്ത് ഏറ്റവും നല്ല സംവിധായകരെ വെച്ച് നല്ല കുറച്ച് ആഡ് അദ്ദേഹത്തെ വെച്ച് എടുക്കും KSRTC. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.